ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ ഒരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. ആമിക്കുട്ടിയും ഇവൂട്ടിയും രാവിലെ തന്നെ എണീറ്റ് അവരുടെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്താലും അടുക്കി പറക്കി വെച്ചാലും വൈകുന്നേരം ആവുമ്പോഴേക്കും അവരുടേതായ ഒരു ലോകമായിട്ട് ഈ വീട് മാറിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. ഉപ്പുമാവ് ഇവിടെ ആർക്കും വലിയ താല്പര്യമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവൂട്ടിക്ക് ഇതേ ഞാനിന്ന് വാരി കൊടുക്കുകയാണ്. അമ്മേ, എനിക്ക് ഇന്നലത്തെ കഞ്ഞി മതിയായിരുന്നു എന്നാണ് ഇവക്കുട്ടി ഈ ഉപ്പുമാവ് കണ്ടപ്പോ പറഞ്ഞത് കേട്ടോ. അതിനിടയില് ജിയുടെ സ്പെഷ്യൽ ചായ ഉണ്ടാക്കുകയാണ്. എന്നെക്കാളും എത്രയോ നന്നായിട്ട് ചായ ഉണ്ടാക്കും, കോഫി ഉണ്ടാക്കും. അതുകൊണ്ട് ഈ ഒരു പരിപാടി ഞാൻ ജിക്ക് അങ്ങ് വിട്ടുകൊടുത്തേക്കാണെന്ന് പറയാം. ഇനി ഞങ്ങള് രണ്ടുപേരും ഉപ്പുമാവ് കഴിക്കട്ടെ. ഞാൻ അധികം ചായ കുടിക്കാറേ ഇല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ചായ അല്ലെങ്കിൽ ഒരു കോഫി ഉണ്ടാക്കാറുള്ളൂ. വേണമെന്ന് തോന്നിയാൽ ഒരല്പം ചായ ജിയുടേനകത്തുനിന്ന് തന്നെ ഞാൻ കുടിക്കും. ആമിക്കുട്ടി പിന്നെ ഉപ്പുമാവ് തൊടാനേ പോയില്ല. എനിക്ക് പഴം മതി എന്ന് പറഞ്ഞു. പിന്നെ അവര് ഇഷ്ടമുള്ളത് തന്നെ കഴിക്കട്ടെ. രാവിലെ തന്നെ അവരെ പിണക്കാൻ നിൽക്കണ്ടല്ലോ. കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. അതിനുശേഷം കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിന്റെ വക കിച്ചണൊക്കെ ഒന്ന് ചെറുതായിട്ട് അലങ്കോലമായിട്ടുണ്ട്. കിച്ചൺ ക്ലീൻ ചെയ്യാതെയോ അല്ലെങ്കിൽ സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങള് കഴുകാതെയോ ഒക്കെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോയി കഴിഞ്ഞാല് ചെയ്യാൻ പോകുന്ന കാര്യത്തില് അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുകയില്ല. കിച്ചൺ ക്ലീൻ ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ പാത്രം കഴുകാനുണ്ടല്ലോ, അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. കുറെ പേര് ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനിടയിൽ ഇവക്കുട്ടിക്ക് ചെറിയൊരു ഡൗട്ട്. അപ്പൊ അതൊന്ന് പറഞ്ഞു കൊടുത്തു. ഇവക്കുട്ടി പിന്നെ എന്തെങ്കിലും ഹോംവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങ് ചെയ്തോളും. അതുകൊണ്ട് നമുക്ക് വലിയ പണിയില്ല. ഞാൻ എപ്പോഴും ജഗ്ഗില് ഇളം ചൂടുവെള്ളം നിറച്ചു വെക്കൂട്ടോ. ചൂടുവെള്ളം കുടിക്കുമ്പോൾ തൊണ്ടയ്ക്ക് നല്ലൊരു സുഖമല്ലേ. അപ്പോ കിച്ചണൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. ഇനി വീട് ഒന്നടങ്കം ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അത് പിന്നെ ഡെയിലി ഉള്ളതാണല്ലോ, രണ്ടുപേരും കൂടെ കളിച്ച്. എന്നാലും ഇവക്കുട്ടി അത്യാവശ്യം ടോയ്സ് ഒക്കെ എല്ലാം എടുത്തു വെക്കും. ചിലപ്പം നേരത്തെ കിടന്നുറങ്ങിയാലെങ്ങാനും എല്ലാം ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ടാവും. ഇന്ന് അത്യാവശ്യം ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. പെയിന്റ് ചെയ്യാൻ നേരത്ത് ഞാൻ ഈ ഒരു കാവ്യമുണ്ട് വിരിച്ചു കൊടുക്കൂട്ടോ. അല്ലെങ്കിൽ പിന്നെ ഫുള്ള് ടൈൽസിലും അവിടെ എവിടെയൊക്കെ ആക്കി വെക്കുമല്ലോ. അപ്പൊ ഇതിപ്പം അവർക്ക് അറിയാം, അതൊരു റുട്ടീനായി. അവര് തന്നെ ഇപ്പൊ പെയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മയെ മുണ്ടെടുത്താന്നൊക്കെ ആമി വരെ പറയാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഇവക്കുട്ടിയുടെ സ്റ്റഡി ടേബിള് ഞാൻ എപ്പോഴും അവളെ കൊണ്ട് തന്നെ ഒന്ന് ഒതുക്കി വെപ്പിക്കാറുണ്ട്. ആക്ച്വലി ഇവക്കുട്ടി അധികവും അവളുടെ സ്റ്റഡി ടേബിളൊക്കെ നീറ്റാക്കി തന്നെയാണ് വെക്കാറുള്ളത്. ചിലപ്പോ ഇങ്ങനെ ഓർമ്മപ്പെടുത്തേണ്ടി വരും. അപ്പൊ തന്നെ ഓടിപ്പോയി ചെയ്തോളും. നമുക്ക് വലിയൊരു തലവേദന ഇല്ല. പക്ഷെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഇങ്ങനെ വിളിക്കും, അമ്മ ഇതൊന്ന് വന്ന് നോക്ക് അല്ലെങ്കിൽ അപ്പ ഇതൊന്ന് വന്ന് നോക്ക് എന്ന് പറയും. അപ്പൊ നമ്മൾ പോയിട്ട് അവളെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടിട്ട് വാവ് സൂപ്പർ ഈ ബൂട്ടി എന്നൊക്കെ പറയും. അപ്പൊ ഇത് കേട്ടിട്ടാണോ എന്നറിയില്ല, ഇപ്പോ ആമിക്കുട്ടിയുടെ കുഞ്ഞ് സ്റ്റഡി ടേബിള് നന്നായിട്ട് നീറ്റാക്കി ഓർഗനൈസ് ചെയ്തൊക്കെ വെക്കും. എന്നിട്ട് ഞങ്ങളെ വിളിക്കൂട്ടോ. അപ്പൊ നമ്മള് ഈ ബൂട്ടീനെ ചെയ്ത പോലെ തന്നെ വാവ് ആമി അടിപൊളിയായിട്ടുണ്ടല്ലോ സൂപ്പർ എന്ന് പറയുമ്പോഴത്തേന് ആള് നല്ല ഹാപ്പിയാണ്. ആക്ച്വലി നമ്മൾ എന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ സിബ്ലിങ്സ് എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ഈ കുഞ്ഞുമക്കളും ചെയ്യുന്നത്. അപ്പോ സോഫയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ടേബിൾസ് ഒക്കെ ഒന്ന് വൈപ്പ് ചെയ്യണം. അത്യാവശ്യം പൊടി പിടിച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു 3 days ഒക്കെ കൂടുമ്പോൾ ചെയ്യുന്നതാണ്. ഇത് എന്റെ ടേബിൾ ആണ് കേട്ടോ. ഇവിടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് മിനിയേച്ചേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫംഗു പോപ്സിന്റെ ഒക്കെ കളക്ഷൻസ് ഉണ്ട്. പക്ഷെ ഇങ്ങോട്ടേക്ക് റീലൊക്കേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് പാക്കറ്റ്സ് ഒന്നും ഞങ്ങൾ പൊട്ടിച്ചിട്ടില്ല, അതേപടി വെച്ചേക്കാണ്. പിന്നെ എന്റെ ഈ സാധനങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന വാല്യൂ വളരെ വലുതാണ്. അപ്പൊ ആരെങ്കിലും ഒക്കെ വന്നാൽ തന്നെ ചുമ്മാ ഇതൊക്കെ എടുത്ത് പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എടുത്ത് കളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെടാറൊന്നുമില്ല. ഇനി എല്ലാം ഒന്ന് അടിച്ചു വാരുവാണ്. അതിനിടയിൽ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കോണ് പുഴുങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കോണൊന്നും പുഴുങ്ങുന്ന ഒരു പതിവൊന്നും ഇല്ല. പക്ഷെ ഇന്ന് ഉപ്മാവായതുകൊണ്ട് തന്നെ പിള്ളേരൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പുഴുങ്ങിയത്. ആമിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഇവയ്ക്കും അതെ. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം നിർബന്ധിക്കൊന്നും വേണ്ട, കഴിച്ചോളൂ. അങ്ങനെ പിള്ളേരുടെ വയറൊക്കെ നിറഞ്ഞു. അതുപോലെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ലഞ്ച് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോഴേക്കും ഞങ്ങള് സോഫയുടെ കവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നു കേട്ടോ. പിന്നെ എല്ലാവരും ആ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു. ഇത്രയും നാളും നമ്മൾ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത്, കാരണം പിള്ളേര് ഉള്ളതുകൊണ്ടാണ്. ഇപ്പം ഒന്ന് നീറ്റ് ആയിരിക്കട്ടെ എന്ന് വെച്ചിട്ട് സാധാരണ ബെഡിന്റെ കവർ തന്നെയാണ് അത് നമ്മൾ സോഫയ്ക്ക് വാങ്ങിച്ചേക്കുവാണ്. കുറച്ച് ചിക്കൻ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ചിക്കൻ സ്റ്റോക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ഞാൻ റൈസ് ഉണ്ടാക്കുവാണ്. ഈ ഒരു റൈസിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ കയറി കണ്ടാൽ മതി. ഞാനിവിടെ ലിങ്ക് കൊടുക്കാം. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ കുറച്ച് ചിക്കനൊക്കെ ഞാൻ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഓടിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ക്യാരറ്റ്, ഉള്ളി ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിന്റെ കൂടെ കുറച്ച് ചിക്കൻ ക്രഷ് ചെയ്തിട്ട് നന്നായിട്ട് വറ്റുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇടുക. അതിനുശേഷം ബസ്മതി റൈസോ അതുപോലെ സോനാ മസൂരിയോ ഏതെങ്കിലും ബിരിയാണി ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒക്കെ ഒരു റൈസ് ഇട്ടിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. ഇനി ചിക്കൻ വരട്ട് റെഡിയാക്കാൻ പോവാണ്. ചിക്കൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയിൽ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുവാണ്. ഡീപ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല, സാധാരണ നമ്മൾ മീനൊക്കെ വറക്കുന്നത് പോലെ. ഇനി ചിക്കനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് വീണ്ടും നമ്മൾ ഈ ഫ്രൈ
ചെയ്ത് വെച്ച ചിക്കൻ അതിനകത്തോട്ട് ചേർക്കുവാണ് കേട്ടോ. നേരത്തെ മാറ്റി വെച്ച ചിക്കൻ സ്റ്റോക്കും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് ഭയങ്കര ടേസ്റ്റ് ആണ്. ഇതിന്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, അത് പെട്ടെന്ന് തന്നെ ഇടാം. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യുന്നു, ഞാൻ തന്നെ സന്തോഷിക്കുന്നു. അങ്ങനെ നമ്മുടെ ചിക്കൻ വരട്ടും റെഡിയായി, ചിക്കൻ റൈസും റെഡിയായി. ഇനി ഞങ്ങൾ എല്ലാരും കൂടെ കഴിക്കട്ടെ. ആമിക്കുട്ടി ഉറങ്ങുകയാണ്. ഇവക്കുട്ടിക്ക് നല്ല ഇഷ്ടമായി എന്റെ ചിക്കൻ വരട്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ജി എനിക്ക് പാത്രങ്ങളൊക്കെ കഴുകി തന്നു. ഇനി കുറച്ച് തുണി മടക്കാനുണ്ട്. തുണി മടക്കൽ വലിയൊരു പണിയാണല്ലേ. അപ്പോഴേക്ക് ജി ഇന്ന് അലക്കിയ തുണിയൊക്കെ വിരിച്ചിടുന്നുണ്ട്. മടക്കിയാൽ മാത്രം പോരല്ലോ, എല്ലാം അതത് സ്ഥാനത്ത് എടുത്തു വെക്കാൻ വേണ്ടേ. ഞാൻ ക്ലോത്ത് ബോക്സുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ആമിക്കുട്ടിയുടെയും ഇവക്കുട്ടിയുടെയും അതുപോലെ ജിയുടെയും വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ റോൾ ചെയ്തിട്ടാണ് അതിനകത്ത് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ശരിയാവില്ല. കാരണം ഇവര് 3 പേരുമാണ്. ഞാൻ എത്ര മടക്കി വെച്ച് കഴിഞ്ഞാലും ഡ്രസ്സ് എല്ലാം കൂടെ അലങ്കോലമാക്കുന്ന ആളുകൾ എന്ന് പറയാം. അപ്പൊ ഞാൻ ഇതുപോലെ വാർഡ്രോബ് ഓർഗനൈസർ വാങ്ങിച്ചതിന് ശേഷം എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോ ഇന്നത്തെ പണികളൊക്കെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഞങ്ങളുടെ ഒരു റുട്ടീൻ. ഇത് തന്നെയാണ് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. താങ്ക് യു ഫോർ വാച്ചിങ്.